ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ ഒരു പാനിലോട്ട് കൊത്തമര അരിഞ്ഞതും പിന്നെ മത്തനുണ്ടല്ലോ അതും അരിഞ്ഞതും പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കണം. അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി അതിലേക്ക് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതായത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് വെന്ത് വരുമ്പോഴേക്കും ഇതൊരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മുട്ടയ്ക്ക് മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മുട്ടയൊക്കെ നല്ല പോലെ വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് ചിക്കി എടുക്കണം. ഇത് മുട്ട ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി മുട്ടയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇങ്ങനെ മുകളിലൂടെ ഒന്ന് വിതറിയിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒട്ടും തന്നെ ഓയിൽ ചേർക്കാത്ത നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?